بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا كونوا قوامين بالقسط شهداء لله ولو على أنفسكم وبالوالدين والأقربين إن يكن غنيا أو فقيرا فالله أولى بهما فلا تتبعوا الهوى أن تعدلوا وإن تلووا أو تعرضوا فإن الله كان بما تعملون خبيرا. സ്നേഹാദരണീയരായ വിശ്വാസി സഹോദരങ്ങളെ സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരമപരിശുദ്ധനായ അല്ലാഹുവിനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാനും അവനെ ഭയക്കാനും അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാനും മഹാനായ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ പ്രകാശപൂരിതമായ അവിടുത്തെ മാതൃകയെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും സ്വീകരിക്കാനും ആദ്യമായി എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്. മുഅ്മിനുകളായി ജീവിച്ച് മുവഹിദുകളായി മരിക്കാൻ തൗഫീഖ് നൽകുന്നവൻ അല്ലാഹു മാത്രമാണ് എന്ന് ബോധ്യപ്പെട്ട് ആ തൗഫീഖ് ലഭിക്കാൻ ലഭ്യമാകുന്ന സന്ദർഭങ്ങളിലെല്ലാം പടച്ചവനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ വിശുദ്ധമായ ഒരു ആദർശത്തിലാണ് നമ്മളുള്ളത്.
ജന്മം കൊണ്ട് മുസ്ലിമുകളായി തീർന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ പറഞ്ഞു പോകുന്ന ഒരു പ്രസ്താവനയല്ല ഇത്. വിശുദ്ധ ഇസ്ലാം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ പരിപാലകനായ അള്ളാഹുവാണ് ലോക ജനതയുടെ മുന്നിൽ അവരുടെ ജീവിത വിജയത്തിനായി സമർപ്പിച്ചു നൽകിയത്. ആ പ്രപഞ്ചനാഥൻ അവൻ്റെ അടിമകളോട് കരുണയുള്ളവനാണ്, ദയയുള്ളവനാണ്, അനുകമ്പയുള്ളവനാണ്. അവരുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ തൽപരനാണ്. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നിവർത്തിക്കാൻ തയ്യാറുള്ളവനാണ്. അടിമകളെ, അടിയാത്തികളെ എല്ലാ സന്ദർഭങ്ങളിലും പരിഗണിക്കാൻ ഒരുക്കമുള്ളവനാണ് പരമപരിശുദ്ധനായ അല്ലാഹു സുബ്ഹാനഹു വ തആല. താൻ സൃഷ്ടിച്ച് ഭൂമിയിൽ ജീവിതം നൽകിയത് ആർക്കാണോ ആ അടിമകളോട്, അടിയാത്തികളോട് എല്ലാവരോടും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സ്നേഹമാണുള്ളത്. അടിമകൾക്ക്, അടിയാത്തികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലെ ജീവിതം വിധിച്ചിട്ടുള്ളത് ഒരു പ്രത്യേകമായ ലക്ഷ്യത്തിനു വേണ്ടിയാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനു വേണ്ടി ആവശ്യമായ എല്ലാ വഴികളും സൗകര്യപ്രദമായ നിലക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തവനാണ് അല്ലാഹു. അവൻ്റെ അടിമകൾ പ്രയാസപ്പെടുന്നതും അവൻ്റെ അടിമകൾ, അടിയാത്തികൾ ലക്ഷ്യമറിയാതെ ഉഴലുന്നതും അല്ലാഹുവിന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യ സമൂഹത്തെ ഒന്നടങ്കം തൻ്റെ കാരുണ്യത്തിൻ്റെ ചിറകിനു കീഴെ വരുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിക്കുകയും ആ കാരുണ്യത്തിൻ്റെ ഭാഗമെന്ന നിലക്ക് വിശുദ്ധ ഇസ്ലാമിനെ അവർക്ക് സന്തോഷപൂർവ്വം നൽകുകയും ചെയ്തു. ആ ഇസ്ലാമിൻ്റെ തണലിലാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ, തൗഫീഖിനാൽ നമ്മളെല്ലാവരും ജീവിച്ചു പോരുന്നത്. ഇസ്ലാമിൻ്റെ മഹിമ നമുക്കറിയാം, അതിൻ്റെ മഹത്വം നമുക്കറിയാം. അതെത്രമാത്രം സരളമാണ്, ഇസ്ലാം നൽകുന്ന ജീവിത മാർഗങ്ങൾ എത്രമാത്രം സുന്ദരമാണ്. ആ മാർഗങ്ങളിലൂടെയുള്ള യാത്ര, ആ യാത്രയ്ക്കു വേണ്ടിയുള്ള പാത എത്രമാത്രം പ്രകാശപൂരിതമാണ് എന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ ഇസ്ലാമിൻ്റെ തണലും ഈ വിശുദ്ധ ഇസ്ലാമിൻ്റെ ഭംഗിയും ഈ വിശുദ്ധ ഇസ്ലാമിൻ്റെ ഗുണവും മനസ്സുകൊണ്ടറിഞ്ഞ് ജീവിക്കുന്നവർ എന്ന നിലക്ക് നമ്മൾ ആരുടെ മുമ്പിലും പറയുന്നു, ഇസ്ലാം അത് പ്രകൃതി മതമാണ്, ഇസ്ലാം മനുഷ്യപ്പറ്റുള്ള മതമാണ്, ഇസ്ലാം മാനവികതയുടെ മതമാണ്. നിങ്ങൾ അതിന് ചെയ്യേണ്ടത് ഇത്രയേയുള്ളൂ: ഇസ്ലാമിലേക്ക് അടുത്ത് ഇസ്ലാമിനെ പഠിക്കുക, വിശുദ്ധ ഇസ്ലാമിൻ്റെ ആശയങ്ങളെ, ആദർശങ്ങളെ, ഇസ്ലാം നൽകുന്ന ലക്ഷ്യങ്ങളെ, അത് പ്രാപിക്കാനുള്ള മാർഗങ്ങളെ വിശദീകരിക്കുന്ന ഖുർആനുമായി നിങ്ങൾ ബന്ധപ്പെടുക. ഈ ഇസ്ലാമിനെ അറിയാൻ, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളുടെ സ്രോതസ്സായ വിശുദ്ധ ഖുർആനിനെ അറിയാൻ, ആ ഖുർആനിൻ്റെ സരളമായ വിശദീകരണമായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശ നിർദ്ദേശങ്ങളെ അറിയാൻ നിങ്ങൾ സമയം കാണിക്കുന്നുവെങ്കിൽ, സമയമെടുക്കുന്നുവെങ്കിൽ, മനസ്സു കാണിക്കുന്നുവെങ്കിൽ
ഈ ഇസ്ലാമിൻ്റെ ശരിയായ പാതയിലേക്ക് വരാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതൊരു ജന്മ മുസ്ലിം എന്നതുകൊണ്ട് അവകാശപ്പെടുന്ന ഒന്നല്ല. ജന്മനാ മുസ്ലിമായി തീർന്നു, അതിൻ്റെ ചിട്ടവട്ടങ്ങളിൽ ജീവിച്ചു പോന്നു, ഇനി അതിനെപ്പറ്റി നല്ലതല്ലാതെ പറയാനില്ല എന്നർത്ഥത്തിലല്ല. അത് ജീവിതം കൊണ്ട് അനുഭവിച്ചറിഞ്ഞവനെന്ന നിലക്ക്, അനുഭവിച്ചറിഞ്ഞവൾ എന്ന നിലക്ക് ലോകത്തെ എല്ലാ മനുഷ്യരോടും പറയാവുന്ന ഒരു സത്യമാണ് ഇത്. മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയെ ലക്ഷ്യമാക്കി ലാക്കാക്കി അവസാനത്തെ പ്രവാചകന് അവതരിപ്പിച്ചു നൽകിയ അവസാനത്തെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിലെ ആദ്യ വചനം തന്നെ മനുഷ്യനെ പറ്റി പറഞ്ഞുകൊണ്ടുള്ളതാണ്. വിശുദ്ധ ഇസ്ലാമിന്റെ ആദർശം അത് മനുഷ്യനിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതല്ല. അത് മനുഷ്യനെ പറ്റി സംസാരിക്കാത്ത മതമല്ല. അത് മനുഷ്യന് സുഗ്രാഹ്യമല്ലാത്ത ആദർശങ്ങൾ നൽകുന്ന മതമല്ല. നേരെമറിച്ച് സരളമായ ഒട്ടേറെ പാഠങ്ങളുള്ള, ജീവിതത്തിന് എല്ലാ തലത്തിലും അർത്ഥം നൽകുന്ന ഒരു മതമാണിത്. ഈ മതത്തിന്റെ ആശയങ്ങൾ പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ആദ്യം അവതീർണമായ വചനങ്ങളുടെ സംസാരം തന്നെ മനുഷ്യനാണ്. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇഖ്റാ, നീ വായിക്കുക പ്രവാചകരെ, ബിസ്മി റബ്ബിക, നിന്റെ റബ്ബിന്റെ നാമം കൊണ്ട്, അല്ലദീ ഖലഖ്, അവനാണ് സൃഷ്ടിച്ചവൻ, അവനാണ് സൃഷ്ടിച്ചവൻ. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യനെ പറ്റി സംസാരിച്ചു കൊണ്ട് തുടങ്ങുന്ന ഒരു വേദഗ്രന്ഥം. അതെങ്ങനെയാണ് മനുഷ്യപ്പറ്റില്ലാതാകുക? മാനവികമായ ആശയങ്ങളും ആദർശങ്ങളും സമൂഹത്തിന്റെ മുമ്പാകെ സമർപ്പിക്കാതിരിക്കുക. ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന സിക്താണ്ഡത്തിൽ നിന്ന് മനുഷ്യരെ സൃഷ്ടിച്ചവനാണ് നിന്റെ റബ്ബ്. ആ റബ്ബിന്റെ നാമത്തിൽ നീ വായിക്കുക. ഇഖ്റാ വറബ്ബുക്കൽ അക്രം, ഇഖ്റാ, നീ വായിക്കുക. വറബ്ബുക്കൽ അക്രം, മനുഷ്യനെ സൃഷ്ടിച്ചവൻ നിന്റെ രക്ഷിതാവ്, ആ രക്ഷിതാവിനെ പറ്റിയും മനസ്സിലാക്കിക്കൊള്ളുക. അൽ അക്രം, അവൻ അത്യുദാരനാണ്. മനുഷ്യനെ പടച്ചവൻ അത് നിന്റെ റബ്ബാണ് എന്ന് പഠിപ്പിക്കുന്നു. മനുഷ്യനും റബ്ബുമായുള്ള ബന്ധത്തെ തുടക്കം മുതൽക്കു തന്നെ പഠിപ്പിച്ചുകൊണ്ട് അവതീർണമായ ഒരു വേദഗ്രന്ഥം. മനുഷ്യനും അഥവാ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം, സൃഷ്ടിയോട് സൃഷ്ടാവിനുള്ള സമീപനത്തെ സംബന്ധിച്ചുകൊണ്ട് വ്യക്തമാക്കിയിട്ടുള്ള ഒരു ഗ്രന്ഥം. വറബ്ബുക്കൽ അക്രം, നിന്റെ റബ്ബ് അത്യുദാരനാകുന്നു. അല്ലദീ അല്ലമ ബിൽ ഖലം, മാത്രമല്ല നിന്റെ റബ്ബ് പേന കൊണ്ടെഴുതാൻ പഠിപ്പിച്ചവനാണ്. നിന്റെ റബ്ബ് പേന കൊണ്ടെഴുതാൻ പഠിപ്പിച്ചവൻ. മനുഷ്യനെ പറ്റി പറഞ്ഞു, അവന്റെ സൃഷ്ടാവിനെ പറ്റി പറഞ്ഞു. ആ സൃഷ്ടാവിന്റെ അത്യുത്കൃഷ്ടമായ ഒരു ഗുണത്തെപ്പറ്റി, മനുഷ്യനോടുള്ള സമീപനത്തെ പറ്റി പറഞ്ഞു. അല്ലെങ്കിൽ സൃഷ്ടികളോട് മൊത്തത്തിലുള്ള സമീപനത്തെ പറ്റി പറഞ്ഞു. പിന്നെയോ മനുഷ്യന്റെ ഭൂമിയിലെ നിലനിൽപ്പിന് ആവശ്യമായ എഴുത്താണിയെ സംബന്ധിച്ച്, പേനയെ സംബന്ധിച്ച് പറഞ്ഞു. അവൻ അറിയാത്തവയെല്ലാം ആ നിന്റെ റബ്ബ് മനുഷ്യന് പഠിപ്പിക്കുകയും ചെയ്തു. മനുഷ്യന് എന്താവശ്യമുണ്ട്? ഈ ദുനിയാവിൽ ജീവിക്കുന്നവനെന്ന നിലക്ക് അവന്റെ സൃഷ്ടാവിൽ നിന്ന് സകലമായ ഔദാര്യങ്ങളും അനിവാര്യമാണ്, ആവശ്യമാണ്. അവന്റെ മേൽനോട്ടത്തിലാണ്, അവന്റെ തിരുനോട്ടത്തിലാണ് മനുഷ്യൻ ഇവിടെ കഴിയേണ്ടത്. അതുകൊണ്ട് മനുഷ്യരെ, നിങ്ങളുടെ റബ്ബിനെ സംബന്ധിച്ച ധാരണ, പ്രഥമ ധാരണ, മൗലികമായ ധാരണ, അവൻ അൽ അക്രം, അത്യുദാരനാകുന്നു എന്നതത്രേ. തന്റെ അടിമകള്, ദാസന്മാരെ, ദാസിമാരെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ നോക്കി
ഉടനെ തന്നെ പിടിച്ചു ശിക്ഷിക്കാനായി പാത്തും പതുങ്ങിയും നിൽക്കുന്ന, കൈകളിലും കാലുകളിലുമൊക്കെ ശിക്ഷാദണ്ഡുകളുമായി നിൽക്കുന്ന ഒരു ദൈവമല്ല. നിന്റെ റബ്ബ്, മനുഷ്യന്റെ റബ്ബ് അൽ അക്രം, തന്റെ ദാസന് തന്റെ ദാസിക്ക് എപ്പോഴാണോ ഔദാര്യങ്ങൾ അനിവാര്യമായിട്ടുള്ളത്, തന്റെ ദാസൻ തന്റെ ദാസി എപ്പോഴാണോ തന്റെ ജീവിതത്തിന് ഔദാര്യത്തിനായി കേടുകൊണ്ടിരിക്കുന്നത്, ആ സന്ദർഭങ്ങളിലെല്ലാം ആ ഔദാര്യം നൽകാൻ, ആ കരുണ ചൊരിയാൻ തയ്യാറായി നിൽക്കുന്നവനാണ്. മാത്രമല്ല, മനുഷ്യന്റെ ഐഹിക ജീവിതത്തിന്റെ ആവശ്യഘടകമായ അറിവുകളും പഠിപ്പിച്ചു നൽകിയവനാണവൻ. അല്ലാഹു ദുനിയാവിൽ നമുക്കിന്ന് കാണാവുന്ന പുസ്തകങ്ങളിൽ, അള്ളാഹുവിൻ്റേത് എന്നറിയപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ മനുഷ്യനെ പറ്റി സംസാരിച്ചുകൊണ്ട് അവതരണം തുടങ്ങിയ ഒരു വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, സഹോദരിമാരെ, നാം ഉൾക്കൊള്ളുന്ന, നാം നമ്മുടെ നെഞ്ചകങ്ങളിൽ കാത്തു സൂക്ഷിക്കുന്ന, നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്ന ഈ വിശുദ്ധ ഇസ്ലാം മാനവികമായ ഒരു ഒരു മതമാണ്, മതസംഹിതയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹൽ ഇൻസാൻ, യാ അയ്യുഹൽ ഇൻസാൻ, ഹേ മനുഷ്യനെ, ഹേ മനുഷ്യ. മനുഷ്യ എന്ന് വിളിച്ചുകൊണ്ട് തുടങ്ങുന്ന ഒരു വേദഗ്രന്ഥം, അത് മനുഷ്യന് ആവശ്യമായ സകലതും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മനുഷ്യനോട് കരുണയുള്ള മതം, മനുഷ്യന്റെ ജീവിതത്തോട് എല്ലാ നിലക്കും കരുണ ചൊരിയുന്ന മതം, കരുണ കാണിക്കുന്ന മതം. യാ അയ്യുഹൽ ഇൻസാൻ, അല്ലയോ മനുഷ്യ, മാ ഗർറക ബിറബ്ബിക്കൽ കരീം, മാ ഗർറക ബിറബ്ബിക്കൽ കരീം. ഉദാരനായ നിന്റെ റബ്ബിനോട്, ഉദാരനായ നിന്റെ റബ്ബിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചന കാണിക്കുന്നതെന്തേ, നിന്നെ വഞ്ചിച്ചതെന്തേ? ഉദാരനാണെന്ന് ബോധ്യപ്പെട്ടിട്ട്, നിന്റെ സൃഷ്ടാവാണെന്ന് ബോധ്യപ്പെട്ടിട്ട്, നിനക്കറിയാത്തവ മുഴുവനും പഠിപ്പിച്ചവൻ അവനാണെന്ന് ബോധ്യപ്പെട്ടിട്ട്, നിന്റെ റബ്ബിനെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അവനിൽ നിന്ന് വന്ന വിധിവിലക്കുകളെയും മാർഗനിർദ്ദേശങ്ങളെയും കൃത്യമായ പാതയെയും പുൽകാത്തതെന്തേ? അതിനെ പാലിക്കാത്തതെന്തേ? അവയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാത്തതെന്തേ? എത്ര തന്മയത്വത്തോടുകൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോക മനുഷ്യ സമൂഹത്തെ വിളിച്ചുകൊണ്ട് പറയുന്നത്. നിന്റെ റബ്ബാരാണെന്ന് ബോധ്യപ്പെട്ടിട്ടും ആ ബോധ്യപ്പെട്ട റബ്ബിന്റെ നിയമാവലികളെ അവ പാലിക്കാതെ വഞ്ചിതനാകാനുള്ള കാരണമെന്തേ? അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക. ആരാണ് നിന്റെ റബ്ബ്? ഉദാരനായ റബ്ബ്. അവനാരാ? അല്ലദീ ഖലഖക, അവനല്ല നിന്നെ സൃഷ്ടിച്ചത്, അവനല്ല നിന്നെ സൃഷ്ടിച്ചത്. മനുഷ്യനോട് മനുഷ്യനെ പറ്റി പറഞ്ഞിട്ട്, മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റി ബോധ്യപ്പെടുത്തിയിട്ട്, അള്ളാഹുവുമായി താൻ സദാ ബന്ധപ്പെട്ടു നിൽക്കേണ്ടവനാണ് എന്ന ബോധമുണ്ടാക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ചെയ്യുന്നത് തന്നെ. ഒരു വിഷയവും ഒരു കൽപ്പനയും അടിച്ചേൽപ്പിക്കുകയല്ല, മനുഷ്യന്റെ ധിഷണയെ താൻ അള്ളാഹുവുമായി എത്രമാത്രം ബന്ധപ്പെട്ടു നിൽക്കേണ്ടവനാണ് എന്ന് ചിന്തിപ്പിച്ചിട്ട് ആ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരുന്ന രീതിയാണ് വിശുദ്ധ ഇസ്ലാം നടത്തുന്നത്, വിശുദ്ധ ഖുർആൻ നടത്തുന്നത്. ലോകത്ത് ഒരുപാട് ഗ്രന്ഥങ്ങൾ വിരചിതമായിട്ടുണ്ട് മനുഷ്യനു വേണ്ടി, മനുഷ്യന്റെ സ്വസ്ഥമായ ജീവിതത്തിനു വേണ്ടി, സുഖകരമായ ജീവിതത്തിനു വേണ്ടി, പട്ടിണിയില്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, പങ്കപ്പാടുകളും അങ്കലാപ്പുകളും ഇല്ലാത്ത ജീവിതം മനുഷ്യന് ലഭിക്കാനായിട്ട് സിദ്ധാന്തങ്ങൾ ഒരുപാട് എഴുതിക്കൂട്ടിയ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അവരിൽ നിന്നും വിരചിതമായ ഒരുപാട് ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട്. അവരുടെ അനുയായികൾ എന്ന നിലക്ക് ഒരുപാട് ആളുകളുമുണ്ട്. അവർക്കാർക്കും പക്ഷേ തങ്ങൾ ഏതൊരു ആദർശത്തെയാണോ പ്രതിനിധീകരിക്കുന്നത് ആ ആദർശം നൽകുന്ന, ആ ആദർശത്തിന്റെ സ്രോതസ്സുകളായ അതിന്റെ മൗലിക ഗ്രന്ഥങ്ങളെ വായിച്ചിട്ട് ഒരു പേജിൽ നിന്ന് പോലും ആശയം പറയാൻ, അർത്ഥം ഗ്രഹിക്കാൻ അവർക്ക് സാധിക്കില്ല. വിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല, വിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല. ലളിതമാണ് അതിന്റെ പദങ്ങൾ. യാ അയ്യുഹൽ ഇൻസാൻ,
മനുഷ്യ മാ ഗർറക ബിറബ്ബിക്കൽ കരീം, ഉദാരനായ നിന്റെ റബ്ബിനോട് വഞ്ചന കാണിക്കാൻ നിന്നെ പ്രേരിപ്പിച്ചതെന്തേ? വല്ല മനസ്സിലാക്കാത്ത വല്ല പ്രശ്നമുണ്ടോ? എന്തേ? എന്നിട്ട് ചോദിക്കുന്നതോ അള്ളാഹുവിന്റെ കാര്യത്തിൽ നീ വഞ്ചിതനാകാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക, അവനാണ് നിന്നെ സൃഷ്ടിച്ചവൻ, അവനാണ് നിന്നെ സംവിധാനിച്ചവൻ, അവനാണ് നിന്നെ ശരിയാം വിധം രൂപപ്പെടുത്തിയവൻ. പിന്നെയോ ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക, അവൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ നിന്റെ ശാരീരിക ഘടനയെ, നിന്റെ രൂപഘടനയെ സംവിധാനിച്ചവനും അവനാണ്. മനുഷ്യനോട് മനുഷ്യനെ പറ്റി പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പാലിക്കേണ്ടുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയാണ് ഇസ്ലാമിൻ്റെത്. നിർബന്ധിതമായ ഒരു അവസ്ഥയും വിശുദ്ധ ഖുർആനിൽ നിന്ന് സമൂഹത്തിന് കാണാനാവില്ല. ചിന്താശേഷി ഉപയോഗിച്ച്, വിവേകം ഉപയോഗിച്ച്, സാഹചര്യങ്ങളിൽ നിന്ന് തൻ്റെ സൃഷ്ടാവുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ഉതകുന്ന സകലതിനെ സംബന്ധിച്ചും ചിന്തിച്ച് ബോധ്യപ്പെട്ട് റബ്ബിന്റെ മാർഗം പുൽകാനുള്ള അവസരങ്ങളാണ് വിശുദ്ധ ഇസ്ലാം മനുഷ്യന്റെ മുമ്പാകെ തുറന്നു വെക്കുന്നത്. യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു, നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. മിൻ ദക്കരിൻ വ ഉൻസാ, ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമായി. ആണിനെയും പെണ്ണിനെയും ഒരേ തട്ടിലേക്ക് കൊണ്ടുവന്നുകൊണ്ടുള്ള അധ്യാപന രീതി. ആണിനെ മാറ്റി നിർത്തിയും പെണ്ണിനെ മാറ്റി നിർത്തിയുമല്ല. ഒരു കാലം അങ്ങനെയുണ്ടായിരുന്നു. വിവേകശൂന്യയായ ഒരു സൃഷ്ടി, ചിന്താശേഷിയില്ലാത്ത ഒരു സൃഷ്ടി, അബലയായ ഒരു സൃഷ്ടി, സമൂഹത്തിൽ ഒരു റോളുമില്ലാത്ത സൃഷ്ടി, ആണുങ്ങൾക്ക് വേണ്ടി പടയ്ക്കപ്പെട്ട ഒരു സൃഷ്ടി. അതിനപ്പുറം പിശാചുക്കളുടെ തോഴി എന്നൊക്കെ നിലക്ക് പഠിപ്പിക്കപ്പെട്ടിരുന്ന, വീക്ഷിക്കപ്പെട്ടിരുന്ന, പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു വിഭാഗം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ആ ധാരണയെ തിരുത്തി. അങ്ങനെയല്ല, ആണും പെണ്ണും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ആണും പെണ്ണും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളായ ആണുങ്ങളിൽ നിന്നും പെണ്ണുങ്ങളിൽ നിന്നുമാണ് മനുഷ്യരെ നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരാൾക്കും ഒരാളെക്കാളും കൂടുതൽ എന്തില്ല, ഒന്നുമില്ല. ആണുങ്ങളും പെണ്ണുങ്ങളും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ, വിശുദ്ധ ഇസ്ലാമിലൂടെ എന്തെന്തെല്ലാം സംഗതികൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുവോ അവ മുഴുവനും ആണുങ്ങൾക്കുള്ളതും പെണ്ണുങ്ങൾക്കുള്ളതുമാണ്. ആണിനും പെണ്ണിനും ബാധകമായതാണ്. ആ നിയമങ്ങളും നിർദ്ദേശങ്ങളും ആണുങ്ങൾ പാലിക്കുന്നുവെങ്കിൽ അവർക്കെന്തൊക്കെയാണോ അല്ലാഹു അനുഗ്രഹം നൽകാമെന്ന് പറഞ്ഞിട്ടുള്ളത് അവയെല്ലാം സ്ത്രീകളെ നിങ്ങളും അനുഷ്ഠിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കും നൽകാൻ തയ്യാറാണ്. ആണിനെയും പെണ്ണിനെയും പ്രതിഫലത്തിന്റെ കാര്യത്തിൽ വേർതിരിക്കാത്ത മതം. ഇസ്ലാമിനെ പറ്റി വിമർശിക്കുമ്പോൾ ഇസ്ലാമിന്റെ മൗലികമായ ആദർശത്തെപ്പറ്റി മനസ്സിലാക്കാത്ത ആളുകൾ ഇസ്ലാമിൽ സ്ത്രീ സമൂഹം വിഷമം അനുഭവിക്കുകയാണ്, പ്രയാസം അനുഭവിക്കുകയാണ്, സ്വാതന്ത്ര്യമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്, എല്ലാവിധ നീചത്വവുമാണ് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയാറുണ്ട്. വിശുദ്ധ ഇസ്ലാമാണ് ജനങ്ങളെ എന്ന് വിളിച്ചിട്ട് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒരേ സമയത്ത് ബോധ്യപ്പെടുത്തുന്നത്. ഒരേ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. വജഅൽനാകും ശുഊബൻ വകബായില ലിതഅറഫു, നിങ്ങളെ നാം ഒരാളിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള നിങ്ങളെ നാം ചില വർഗങ്ങളായി, ചില ഗോത്രങ്ങളായി വേർതിരിച്ചിട്ടുണ്ട്, ആക്കിയിട്ടുണ്ട് സൗകര്യപ്രദമായ നിലക്ക്. അതെന്തിനാ? ലിതഅറഫു, പരസ്പരം വേർതിരിച്ചറിയാനാണ്. ഇന്നവൻ ഇന്നവൾ ഈ വിഭാഗത്തിൽപ്പെട്ടവളാണ്, പെട്ടവനാണ്. ഇന്നവൻ ഇന്നവൾ ഈ ഗോത്രത്തിൽ, ഈ തറവാടിൽപ്പെട്ടവനാണ്, പെട്ടവളാണ്
എന്ന് വേഗം വേഗം ജനങ്ങളെ നിങ്ങൾക്കു തമ്മിൽ മനസ്സിലാക്കാനായിട്ടുള്ള വെറും സംവിധാനം മാത്രമാണ്. വിശുദ്ധ ഇസ്ലാം ഗോത്രമഹിമയുടെ പേരിൽ, തറവാടിത്തത്തിന്റെ പേരിൽ, ആൺകോയ്മയുടെ പേരിൽ ഞെളിഞ്ഞു നടന്നിരുന്ന സമൂഹത്തിന്റെ മുമ്പിലാണ് ഈ സംഗതി പറയുന്നത്. ഇസ്ലാം മാനവികതയുടെ മതമാണ്. ഗോത്രങ്ങളും വർഗങ്ങളുമായത്, ആണും പെണ്ണുമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, ഇവയെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടിപ്പിൽ സ്വീകരിച്ചിട്ടുള്ള കൃത്യമായ ഹിക്മത്തിന്റെ അറിവിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അതിന്റെ പേരിൽ ആർക്കും എതിരിലും ഞെളിഞ്ഞു നടക്കാൻ, അഹങ്കരിക്കാൻ, ആരും ആരെയും മതസ്ഥിതനെന്ന്, ഉന്നതനെന്ന് മാറ്റിപ്പറയാൻ സാധിക്കില്ല, പറയാവതുമല്ല. നേരത്തെ പറഞ്ഞതുപോലെ ഗോത്രമഹിമയുടെയും തറവാടിത്തത്തിന്റെയും ഒക്കെ പേരിൽ പരസ്പരം അഹങ്കരിക്കുകയും പെരുമ നടിക്കുകയും അതിന്റെ പേരിൽ രക്തപ്പുഴയൊഴുക്കുകയും ചെയ്യുന്ന സമൂഹത്തിന്റെ മുമ്പാകെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മനുഷ്യന്മാരെ നിങ്ങളെ കൊന്ന ഗോത്രങ്ങളും സമൂഹമൊക്കെ ആയി മാറിയിട്ടുണ്ടാവാം, അത് നിങ്ങൾ പരസ്പരം അറിയാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനം മാത്രമാണ്. അതിന്റെ പേരിൽ ആരും ആരുടെ മേലും പെരുമ നടിക്കരുത്, യുദ്ധം നടത്തരുത്, അന്യായമായി ആരെയും ആക്രമിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് സമത്വത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. എന്നാൽ നിങ്ങളിൽ ശ്രേഷ്ഠന്മാരുണ്ട്, നിങ്ങളിൽ ശ്രേഷ്ഠന്മാരുണ്ട്, നിങ്ങളിൽ ഉന്നതന്മാരുണ്ട്, ഏറെ ആദരണീയരായവരുണ്ട്, ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഒക്കെ. അത് പക്ഷേ ഒരാളുടെ മുമ്പിലല്ല, എന്റെ മുമ്പിൽ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ എന്നല്ല. ഇന്ന അക്രമക്കും, നിങ്ങളിൽ ഏറ്റവും ആദരണീയർ ആരാണെന്നോ, ഇൻദല്ലാഹ്, അത് അല്ലാഹുവിങ്കല. ഒരു മനുഷ്യനും വേറൊരു മനുഷ്യന്റെ മുമ്പിലല്ല, ഒരു ഗോത്രവും വേറൊരു ഗോത്രത്തിന്റെ മുമ്പിലല്ല, ഒരു സമൂഹവും വേറൊരു സമൂഹത്തിന്റെ മുമ്പിലല്ല. ഇൻദല്ലാഹ്, അല്ലാഹുവിങ്കലാണ് നിങ്ങളിൽ ഏറ്റവും ആദരണീയയായിട്ടുള്ളത്. ആരാണത്? അത്ഖാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ജീവിതാദർശങ്ങളെ കൃത്യനിഷ്ഠയോടുകൂടി, ധർമ്മനിഷ്ഠയോടുകൂടി, സൂക്ഷ്മതയോടുകൂടി ആരാണോ പാലിച്ച് ജീവിക്കുന്നത് അവനാണ്, അവളാണ്. മനുഷ്യന്റെ ഇടയിൽ മേലെ ഒരു മേൽക്കോയ്മയില്ല, ഒരടിച്ചമർത്തലിന്റെയും ആവശ്യമില്ല, ഒരു ഉച്ചനീചത്വത്തിന്റെയും ഒരു പാഠങ്ങളുമില്ല. പിന്നെയോ അല്ലാഹുവിങ്കലാണ് മനുഷ്യൻ ആദരണീയനാകുന്നത്. അതാകട്ടെ അത്ഖാക്കും, നിങ്ങളിൽ അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ തഖ്വ കാണിക്കുന്നവനാകുന്നു. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, അല്ലാഹു തീർച്ച അവനെല്ലാം അറിയുന്നവനാണ്, സൂക്ഷ്മജ്ഞാനിയുമാണ്. ആരിലാണ് ഏറെ ഭക്തിയുള്ളത്, ആരിലാണ് ഏറെ ധർമ്മനിഷ്ഠയുള്ളത് എന്നറിയാൻ അവന് കഴിയും. നിങ്ങളുടെ ധർമ്മനിഷ്ഠയെ, നിങ്ങളുടെ ഭക്തിയെ, നിങ്ങളിലെ തഖ്വയെ വിലയിരുത്താൻ, മൂല്യാങ്കനം നടത്താൻ എനിക്ക് കഴിയില്ല. ദുനിയാവിലൊരു മനുഷ്യനും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഒരാളേക്കാൾ ഉന്നതനാണ്, ആദരണീയനാണ് എന്ന് പറയാൻ സാധ്യമല്ല. അതറിയുന്നവൻ ആര് മാത്രം? അല്ലാഹു മാത്രമാണ്. അപ്പൊ അല്ലാഹുവിങ്കൽ എല്ലാവരും സമന്മാരാണ്. എന്നാൽ അല്ലാഹുവിങ്കൽ അവരിലെ ചില ആളുകൾ അത്യുന്നതരാണ്, അവർ മുത്തഖികളാണ് എന്ന പാഠം ഇസ്ലാം മനുഷ്യ സമൂഹത്തിന് നൽകുകയാണ്. സഹോദരന്മാരെ, അല്ലാഹു നമുക്കറിയാലോ, നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്, മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു കൃത്യമായ ലക്ഷ്യത്തോടെയാ. എന്താണത്? അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക. മനുഷ്യനെയും ജിന്നുവർഗത്തെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അവനെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടിയാണ്. ഈ അതിവിശിഷ്ടമായ, സുപ്രധാനമായ, മൗലികമായ ഈ ലക്ഷ്യം നിർവഹിക്കുന്നതിന് വേണ്ടി ആളുകളെ ഉപദേശിക്കുമ്പോൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അഥവാ വിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുന്ന നിലപാട് സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാൻ കഴിയും. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കും,
നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കണേ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കണേ. ആരാണ് നിങ്ങളുടെ റബ്ബ്? റബ്ബെന്ന് പറഞ്ഞാൽ ആരാണ്? എന്റെയും നിങ്ങളുടെയും ഗർഭസ്ഥാവസ്ഥ മുതൽക്ക് ഇന്നുവരെ എത്തി നിൽക്കുന്ന ഓരോ ഘട്ടങ്ങളിലും ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തി പുലർത്തി പോറ്റുന്നവൻ അവനാണ്. സംരക്ഷിച്ചു പോരുന്നവൻ അവനാണ് റബ്ബ്. ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. ആ റബ്ബ് ആരാണ്? അല്ലദീ ഖലഖകും, അവനത്രേ നിങ്ങളെ സൃഷ്ടിച്ചവൻ. വല്ലദീന മിൻ ഖബലികും, അവൻ തന്നെയാകുന്നു നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവൻ. ഗർഭസ്ഥാവസ്ഥ മുതൽക്ക് ഇന്നുവരെ എത്തി നിൽക്കുന്ന ഓരോ ഘട്ടങ്ങളിലും ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തി പുലർത്തിപ്പോരുന്ന, പരിരക്ഷിച്ചു പോരുന്ന നിന്റെ രക്ഷിതാവ്, നിങ്ങളുടെ രക്ഷിതാവ് അവനത്രേ നിങ്ങളെ സൃഷ്ടിച്ചവൻ. അവനത്രേ നിങ്ങൾക്ക് മുമ്പുള്ളവനെ സൃഷ്ടിച്ചവൻ. നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നാഥനെ, റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. എന്താ അതുകൊണ്ടുള്ള ഗുണം? സമൂഹത്തോട്, മനുഷ്യരോട് മൊത്തത്തിൽ അള്ളാഹു ഇതുകൊണ്ടുള്ള ഗുണം പഠിപ്പിക്കുന്നത്, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളുടെ ജീവിതത്തിൽ ധർമ്മനിഷ്ഠ പാലിക്കാൻ സാധിച്ചേക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ജീവിത വിജയത്തിന് ആവശ്യമെന്ന നിലക്ക് എന്തെന്തെല്ലാം സംഗതികൾ നിങ്ങളെ പടച്ച നാഥൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അവയെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് ധർമ്മനിഷ്ഠ പാലിക്കാൻ നിങ്ങൾക്ക് സാധിച്ചേക്കും. അള്ളാഹുവിനെ മാത്രം ആരാധിച്ചു പോരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ, അവന്റെ സൃഷ്ടിപ്പിനെ, അവനുമായുള്ള റബ്ബുമായുള്ള അവന്റെ ബന്ധത്തെയൊക്കെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, അവനാകുന്നു, അഥവാ ഏതു റബ്ബിനെയാണോ നിങ്ങൾ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് അവനാകുന്നു ഈ ഭൂമിയെ മെത്തയാക്കി തന്നത്. അസ്സമാഅ ബിനാഅ, അവൻ തന്നെയാകുന്നു ഈ ആകാശത്തെ എടുപ്പാക്കി തന്നത്. വഅൻസല മിനസ്സമാഇ മാഅ, അവനാകുന്നു ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിച്ചു തന്നത്. ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും, അവനാകുന്നു ആ ജലകണികകളിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിച്ചു തന്നത്. നിങ്ങളെ സൃഷ്ടിച്ചവൻ, നിങ്ങൾക്ക് മുമ്പുള്ളവനെ സൃഷ്ടിച്ചവൻ, ഈ ഭൂമിയെ വിരിപ്പാക്കി തന്നവൻ, ആകാശത്തെ എടുപ്പാക്കി തന്നവൻ, ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിച്ചു തന്നവൻ, ആ ജലകണികകളാൽ നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണ വിഭവങ്ങൾ ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു തന്നവൻ അവൻ നിങ്ങളുടെ റബ്ബാണ്. ആ റബ്ബിനെയാണ് മനുഷ്യരെ നിങ്ങൾ എല്ലാവരും ആരാധിക്കേണ്ടത്. എല്ലാവർക്കും സ്വീകാര്യോഗ്യമായ പാഠങ്ങൾ പഠിപ്പിച്ചിട്ട് അത് ബോധ്യപ്പെട്ടിട്ട്, ശരിയാണല്ലോ, ഞാൻ ഈ റബ്ബിനെ തന്നെയാണല്ലോ ആരാധിക്കേണ്ടത് എന്ന നിഷേധിക്കാനാകാത്ത സത്യം എല്ലാ മനുഷ്യരെയും ബോധ്യപ്പെടുത്തുന്ന രീതി സുബ്ഹാനല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു പഠിപ്പിക്കുന്നതാണ് ഇത്. ആകയാൽ ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ വഅൻതും തഅലമൂൻ, നേരത്തെ പറഞ്ഞ ഈ എണ്ണി പറഞ്ഞ ഒരുപാട് വസ്തുതകൾ ബോധ്യപ്പെട്ടിരിക്കെ, അറിവുണ്ടായിരിക്കെ, ഇനി നിങ്ങൾ അള്ളാഹുവിന് പങ്കുകാരെ ഉണ്ടാക്കരുത്, സമന്മാരെ ഉണ്ടാക്കരുത്. നിങ്ങളുടെ ജീവിതഘട്ടത്തിൽ ഈ വക എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയ ആ നാഥൻ മതി നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റെല്ലാ സംഗതികളും നിവർത്തിച്ചു തരാൻ. ഒരു കെട്ടിക്കൊടുക്കൂല. എല്ലാ മനുഷ്യർക്കും വളരെ ലളിതമായ നിലക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഇസ്ലാമിൻ്റെ ആദർശം മനുഷ്യന് മുമ്പാകെ ഖുർആനിലൂടെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ലളിതമാണ്. സാധാരണ ആളുകളൊക്കെ പറയാറെന്താ, ഇസ്ലാം അങ്ങനെ വളരെ ലളിതമൊന്നുമല്ല. ഇന്നദ്ദീന യുസ്റുൻ എന്ന് പ്രവാചകൻ പറയും. പക്ഷെ അതൊന്നും അത്ര പ്രയാസമുള്ള ലളിതമായ സംഗതികൾ വല്ല ബുദ്ധിമുട്ടാണ്. അത് കുറച്ചിങ്ങനെ പറയുന്ന മൂല്യന്മാർക്ക് ഓലെന്നെ കൃത്യമായിട്ട് പാലിക്കാറില്ല. പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു പോകാനുണ്ട് എന്നല്ലാതെ, പിന്നെ അതിൻ്റെ പേരിൽ ഇങ്ങനെ നടക്കുന്ന കുറേ മദർസയും സ്കൂളും കോളേജും പിന്നെ ഒക്കെ നടത്തുന്ന ആളുകൾക്കും ചിലപ്പോൾ ലളിതമായി തോന്നിയേക്കാം. സത്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണ്.
എന്ന് പറയാറുണ്ട്. അങ്ങനെ പറയുന്ന ഓരോരുത്തരും അവരവരുടെ നിത്യജീവിതത്തിൽ ആലോചിച്ച് നോക്കിയാൽ മതി. കിടക്കപ്പായിൽ എഴുന്നേറ്റ് കിടക്കപ്പായിലേക്ക് തിരിച്ചു പോകുന്നത് വരെയുള്ള സന്ദർഭത്തിൽ ഇസ്ലാമിൻ്റെ ഒരു ആചാരം, ഇസ്ലാമിൻ്റെ ഒരു ആരാധന, ഇസ്ലാമിൻ്റെ ഒരു വിശ്വാസം, ഇസ്ലാമിൻ്റെ ഒരു നിർദ്ദേശം പാലിക്കുന്നതിന് എന്ത് കഷ്ടപ്പാടാണ് അവൻ സഹിച്ചിട്ടുള്ളത്. ഒരു 5 വയസ്സിൻ്റെ കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ടാവില്ല. വല്ലതുണ്ടോ? നമുക്കിവിടെ പ്രത്യേകിച്ചില്ല. നിസ്കരിക്കാൻ ബാങ്ക് കൊടുത്താൽ ഈ പള്ളി പോകണം എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. ആ ഒരു പ്രയാസമുള്ളൂ. അല്ലേ? എന്താ പ്രയാസം? എന്താ അപ്പം രാവിലെ എഴുന്നേറ്റ് മുതൽ ഇപ്പം ഇഞ്ഞും കിടക്കണല്ലോ കുറച്ചു നേരം. ഏതായാലും വേണ്ട ഇതുവരെ ഇസ്ലാമിക നിർദ്ദേശങ്ങളോ ഒരു ആചാരമോ പാലിക്കുക. എന്താ ഇപ്പം നമ്മൾ പാലിച്ചേ ഈ സമയത്തിലല്ലേ? 8-10-16 മണിക്കൂറിനുള്ളിൽ എന്താ ഇപ്പം നമ്മൾ ഇസ്ലാമിക നിഷ്ഠ പാലിച്ചേ തന്നെ? പാലിച്ചതിൽ തന്നെ ഇപ്പം എത്ര ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് ഉണ്ടായത്. ഇന്ന് വല്ലാത്തൊരു വിഷമമായിരുന്നു. ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. വേർത്ത് വല്ലതുണ്ടോ? എന്നാലും മനുഷ്യന്മാർ പറയുന്നത് അതേ മുസ്ലിമായിട്ട് ജീവിക്കണമെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഒരു ബുദ്ധിമുട്ടില്ല. നുണ അറിയാണ്, അവാസ്തവം പറയാണ്. ഇസ്ലാം വളരെ ലളിതമാണ്. മാനവകുലത്തിനാകമാനം കൃത്യതയോടുകൂടി ഉൾക്കൊള്ളാനും പാലിക്കാനും പറ്റുന്ന വിധത്തിലുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും പാഠങ്ങളുമാണ് വിശുദ്ധ ഇസ്ലാം മനുഷ്യന് മുമ്പാകെ വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ജീവിച്ചിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുത്താണ്ടല്ലോ ഓൽക്കും തോന്നും സംഗതി ശരിയാണെന്ന്. ഇത് നമ്മൾ പാലിക്കാണ്ട് ഓരോട് പറഞ്ഞു കൊടുക്കുമ്പോഴാണെന്ത് അവർക്ക് ബുദ്ധിമുട്ടാണ് തോന്നുന്നത്. പ്രശ്നം എവിടെയാണപ്പോ? പ്രശ്നം എവിടെ? ഖുർആനില, ഇസ്ലാമില, ഒന്നിലുമല്ല. പ്രശ്നം നമ്മളിലാണ്. നമ്മൾ പാലിക്കുകയും അത് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോൾ അതൊരല്പം ലളിതമായി അവർക്കും തോന്നും. അതിലേക്കൊന്ന് വരാൻ തോന്നും, ഒന്ന് നിർവഹിക്കാൻ തോന്നും. അപ്പോഴോ അവർക്കും തോന്നും ഇത് ലളിതാണല്ലോ എന്ന്. അപ്പോൾ ഓനോടൊപ്പം പറഞ്ഞിട്ടുണ്ടാവും ഇസ്ലാം വളരെ ബുദ്ധിമുട്ടാണെന്ന്. ഓനും പോയി പറയും. സംഗതി അങ്ങനെയാണ് ജനകീയമാകുന്നത്. വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ സംഗതികളെല്ലാം പാലിക്കണം. അപ്പൊ ഇങ്ങനെ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റി, മനുഷ്യനെ സൃഷ്ടിച്ചവൻ ആരാണ് എന്നതിനെപ്പറ്റി, ആ സൃഷ്ടാവിന്റെ ഗുണത്തെപ്പറ്റി, ആ സൃഷ്ടാവിന്റെ മുമ്പാകെ നമ്മൾ മൗലികമായി സമർപ്പിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വത്തെ പറ്റി ഒക്കെ പഠിപ്പിച്ച്, ഇതിലൊന്നിലും സത്യം പറഞ്ഞാൽ ആർക്കും നിഷേധിക്കാനൊന്നുമില്ല. ആരെങ്കിലും നിഷേധിക്കുന്നുവെങ്കിൽ തികഞ്ഞ നിഷേധം മാത്രമാണ്, അഹങ്കാരം മാത്രമാണ്, ധാർഷ്ട്യം മാത്രമാണ്. മനുഷ്യനും തമ്മിലുള്ള ഉത്തരവാദിത്തങ്ങളിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വതആവനൂ അലൽ ബിർരി വത്തഖ്വ വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. വതആവനൂ അലൽ ബിർരി വത്തഖ്വ, മനുഷ്യരെന്ന നിലക്ക് മനുഷ്യരുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ പുലർത്തി പോരേണ്ടുന്ന ഒരു പെരുമാറ്റ രീതിയുണ്ട്. എന്താണെന്നോ, വതആവനൂ അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ പുണ്യത്തിലും ധർമ്മനിഷ്ഠയിലും സഹകാരികളാകുക, സഹായം ചെയ്തുകൊണ്ട് നിലകൊള്ളുക. രണ്ടർത്ഥം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഒന്ന്, മനുഷ്യ സമൂഹത്തിൽ പുണ്യം ഉണ്ടായി കാണാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. മനുഷ്യ സമൂഹത്തിൽ ധർമ്മനിഷ്ഠ നിലനിന്ന് കാണാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. രണ്ട്, മനുഷ്യ സമൂഹത്തിൽ നിലനിൽക്കുന്ന പുണ്യങ്ങളെ സഹായിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മനുഷ്യ സമൂഹത്തിൽ നിലനിൽക്കുന്ന ധർമ്മനിഷ്ഠയെ സഹായിക്കാനാകണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടു തരത്തിലുള്ള അർത്ഥം, വിശാലമായി ഇനിയും അർത്ഥങ്ങളുണ്ടാകാം. ഒന്ന്, ലോകത്താകമാനമുള്ള മനുഷ്യന് പുണ്യമുണ്ടാകാൻ, നന്മയുണ്ടാവാൻ, നേട്ടമുണ്ടാവാൻ, ഗുണമുണ്ടാകാനുള്ള ശ്രമങ്ങളാകണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. അങ്ങനെയുള്ള ശ്രമങ്ങൾ എവിടെയൊക്കെ നടക്കുന്നുവോ അവയെ സഹായിക്കാനും അവയോടൊപ്പം സഹകാരികളാകാനുമാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധ കാണിക്കേണ്ടുന്നത്. ഇസ്ലാം മനുഷ്യനുമായി ബന്ധപ്പെടുമ്പോൾ അവർ പാലിക്കേണ്ടുന്ന സ്വഭാവം എന്താണ് എന്ന് പഠിപ്പിക്കുന്നു. ഇസ്ലാം മാനവികതയുടെ മതമാണ്, മനുഷ്യപ്പറ്റുള്ള മതമാണ്, കാരുണ്യത്തിന്റെ മതമാണ്. പിന്നെയോ, വലാ തആവനൂ, നിങ്ങൾ സഹകാരികളാവരെ സഹായിക്കരുത്,
പരസ്പരം സഹായിക്കരുത്. അലല്ലിസ്മി വൽ ഉദ്വാൻ, പാപത്തിന്റെ കാര്യത്തിലും ശത്രുതയുടെ കാര്യത്തിലും നിങ്ങൾ പരസ്പരം സഹകാരികളാകരുത്. നേരത്തെ പറഞ്ഞതേപോലുള്ള രണ്ടർത്ഥങ്ങൾ. മനുഷ്യ സമൂഹത്തിൽ പാപങ്ങൾ ഉണ്ടാകാനാകരുത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അധ്വാനങ്ങൾ. മനുഷ്യ സമൂഹത്തിൽ ശത്രുതകൾ നിലനിൽക്കാനാകരുത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ. മറ്റൊരർത്ഥം, നിങ്ങൾ പാപങ്ങൾ കാണുന്നിടത്ത് അവിടെയല്ല സഹകാരികളായി അതിനെ പോഷിപ്പിക്കുന്നതിന് വേണ്ടി, അതിനെ സഹായിക്കുന്നതിന് വേണ്ടി, സമൂഹത്തിൽ അത് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയാകരുത് നിങ്ങളുടെ പരിശ്രമങ്ങൾ, നിങ്ങളുടെ സഹായങ്ങളും സഹകരണങ്ങളും. മനുഷ്യർക്കിടയിൽ ശത്രുത എവിടെയൊക്കെ ഉണ്ടാകുന്നുവോ ആ ശത്രുതകളെ മുഴുവനും വളർത്തി വലുതാക്കാൻ നാവ് കൊണ്ടും പേന കൊണ്ടും ഇതര ശ്രമങ്ങൾ കൊണ്ടും നിങ്ങൾ ശ്രമിക്കുന്നുവെങ്കിൽ ശരിയായ മുസ്ലിമുകളാവാൻ നിങ്ങൾക്കാവില്ല. മുഅ്മിനുകളെ, വിശ്വാസികളെ, നിങ്ങൾ മനുഷ്യർക്കിടയിൽ പുണ്യമാണ് ആഗ്രഹിക്കേണ്ടത്. മനുഷ്യർക്കിടയിലെ പുണ്യത്തോടാണ് നിങ്ങൾക്ക് സഹായ മനസ്ഥിതി ഉണ്ടാവേണ്ടത്. നിങ്ങൾ മനുഷ്യർക്കിടയിൽ ധർമ്മനിഷ്ഠ നിലനിന്നു കാണാനാണ് ആഗ്രഹിക്കേണ്ടത്. മനുഷ്യർക്കിടയിലെ ധർമ്മനിഷ്ഠകളെ പ്രോത്സാഹിപ്പിക്കാനും പോഷിപ്പിക്കാനുമാണ് നിങ്ങൾ സഹായികളും സഹകാരികളുമാകേണ്ടത്. മനുഷ്യരിൽ ശത്രുത വളർത്താനും അവരിൽ പാപങ്ങൾ വളർത്താനും നിങ്ങൾ സഹകാരികളാകരുത്. എത്ര നല്ല മതമാ! നന്മയാഗ്രഹിക്കുന്ന മതം, മനുഷ്യ സമൂഹത്തിനാകമാനം നന്മയാഗ്രഹിക്കുന്ന മതം. മനുഷ്യ സമൂഹത്തിൽ ഒരിക്കലും ശത്രുതയും പാപവും ഉണ്ടാവരുതേ എന്ന് ആഗ്രഹിക്കുന്ന മതം. ഒന്നിന് പ്രോത്സാഹിപ്പിക്കുകയും രണ്ടാമത് പറഞ്ഞതിൽ നിന്ന് തടയുകയും ചെയ്യുന്ന മതം. നമ്മളൊക്കെ ഈ ഒരു നിലപാട് സ്വീകരിച്ചു പോരുന്നത് എന്തുകൊണ്ടാ? ഈ ഖുർആൻ പഠിച്ചുകൊണ്ട്, ഖുർആനിലെ അധ്യാപനങ്ങൾ കേട്ടതുകൊണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വിശുദ്ധ മതത്തിന്റെ പ്രചാരകരായി തീർന്നത്, ഈ വിശുദ്ധ മതത്തിന്റെ അത് ജീവിതത്തിൽ പകർത്തുന്നവരായി തീർന്നിട്ടുള്ളത്. ഈ വിശുദ്ധ ഇസ്ലാം മാനവികമായ മതമാകുന്നു എന്ന് ജനങ്ങളോടൊക്കെ സന്ദേഹമില്ലാതെ സംശയമില്ലാതെ നമ്മൾ പറയുന്നത്. സഹോദരന്മാരെ, വിശുദ്ധ ഇസ്ലാം മുഅ്മിനുകളോട് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, മനുഷ്യരെ എന്ന് വിളി കഴിഞ്ഞു, ജനങ്ങളെ എന്ന് വിളി കഴിഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസം ഉൾക്കൊണ്ടവരെ, കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരെന്ന നിലക്ക് കണിശമായ നീതി നിലനിർത്തുന്നവരായി ജീവിക്കണേ. നീതിയുടെ മതമാണ് ഇസ്ലാം. നീതിയുടെ മതമാണ് ഇസ്ലാം. അല്ലാഹുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരെന്ന നിലക്ക് അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച വിശ്വാസികളെ, വിശ്വാസിനികളെ, നിങ്ങൾ ഖവ്വാമീന ബിൽ ഖിസ്ത്, നീതിയുടെ കാര്യത്തിൽ നേരെ ചൊവ്വേ നിലകൊള്ളുന്നവരായിരിക്കണം, കണിശത കാണിക്കുന്നവരായിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്നിട്ടോ, വലാ യജ്രിമന്നകും ശനാനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു ഹുവ അഖറബു ലിത്തഖ്വ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. മനുഷ്യർ എന്ന നിലക്ക്, സാമൂഹ്യ ജീവികൾ എന്ന നിലക്ക് അഭിപ്രായാന്തരങ്ങൾ ഉണ്ടാവാം, വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, അതിൻ്റെ പേരിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകാം, പകണ്ടാവാം, ചെറിയ തോതിലുള്ള ദേഷ്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ആരും തന്നെ ഒരു സമൂഹത്തോടുള്ള, ഒരു വിഭാഗത്തോടുള്ള വിദ്വേഷം അവരോട് നീതി കാണിക്കുന്നതിൽ നിന്ന് തടസ്സം സൃഷ്ടിക്കരുത്. ഒരു വിഭാഗത്തോടുള്ള ദേഷ്യം, ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ, ഒരു സമൂഹത്തോടുള്ള, ഒരു വിഭാഗത്തോടുള്ള പക, വിദ്വേഷം അവരോട് നീതി കാണിക്കുന്നതിൽ നിങ്ങളെ തടയാതിരിക്കട്ടെ. പകയുണ്ടെങ്കിലും വിദ്വേഷമുണ്ടെങ്കിലും ഒരു മനുഷ്യൻ എന്ന നിലക്ക്, ഒരു വിശ്വാസി എന്ന നിലക്ക് സമൂഹത്തിൽ ഒന്നടങ്കം നീതിയോടുകൂടി നിലകൊള്ളാനാണ് ഓരോ വിശ്വാസിയും വിശ്വാസിനിയും ശ്രദ്ധിക്കേണ്ടുന്നത്. ശത്രുവിനെ ശത്രുവായി മാത്രം എന്നും കാണുക. ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പ്രതിയോഗി പോലും പ്രബോധിതരുടെ നിരയിലേക്കാണ് വരേണ്ടത്. ശത്രുവിനെ എന്നും ശത്രുവായി കാണില്ല, അവനെപ്പോലും പ്രബോധിതനായി കാണുക. എല്ലാ സന്ദർഭങ്ങളും പ്രബോധകന്മാർക്ക് നൽകുന്ന നിർദ്ദേശമാണിത്.
പ്രബോധനം നടത്തുന്ന വേളയിൽ നമ്മുടെ മുന്നിൽ പ്രതിയോഗികളായി നിൽക്കുന്ന ആളുകളെപ്പോലും നമ്മുടെ ഈ പ്രബോധനം ആർക്കാണോ നമ്മൾ നൽകേണ്ടുന്നത് ആ പ്രബോധിത സമൂഹത്തിലേക്ക് അവരെ കൊണ്ടുവന്നിട്ട് സഹിഷ്ണുതാപൂർവം അവരോട് പെരുമാറണമെന്നാണ് പണ്ഡിതന്മാരോടൊക്കെ പ്രബോധകന്മാരോടൊക്കെ പറഞ്ഞു പഠിപ്പിക്കാറ്. നീതിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും നൽകാത്ത മതമാണിത്. അല്ലാത്തതിരു നിങ്ങൾ നീതി കാണിക്കുക. തഖ്വയോട് ഏറ്റവും അടുത്ത നിലപാട് എന്താണെന്നറിയുമോ? തഖ്വയോട് ഏറ്റവും അടുത്ത സമീപനം എന്താണെന്നറിയുമോ? അത് നീതി കാണിക്കലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വത്തഖുല്ലാഹ്, ജീവിതത്തിൽ എല്ലാ ഘട്ടങ്ങളിലും നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ കാട്ടിക്കൂടുന്ന ഞാൻ നീതിമാനാണ്, നീതി കാണിക്കുന്നവനാണ്, നീതിയോടാണ് എനിക്ക് താല്പര്യം എന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ ജാടകളാണ് കാണിക്കുന്നത് എങ്കിൽ അള്ളാഹിന്റെ മുമ്പിൽ ഒന്നും വില പോകൂല. കാരണം അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, അവൻ സൂക്ഷ്മജ്ഞാനിയാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ കൃത്യമായി ഓനറിയാം. അതുകൊണ്ട് പറ്റിക്കണ പരിപാടിയൊന്നും വേണ്ട, കൃത്യമായി നീതിയുക്തമായി ജീവിക്കണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സമൂഹത്തിന് പറഞ്ഞു പഠിപ്പിക്കുന്നു. നീതിയിലധിഷ്ഠിതമായ മനുഷ്യ സമൂഹത്തിൻ്റെ ഒരു ചുറ്റുപാടാണ് ഇസ്ലാം മനുഷ്യ സമൂഹത്തിനാകമാനം നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശത്രുക്കളോട് നമ്മൾ കണിശമായിട്ടാണ്, അവർ നമ്മളുമായി യുദ്ധത്തിന് വരികയാണെന്നുണ്ടെങ്കിലോ കലഹത്തിന് വരികയാണെങ്കിലോ നമ്മൾ നിലപാട് സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശത്രുക്കൾക്കെതിരിൽ നിങ്ങൾ എല്ലാവിധ സജ്ജീകരണം ഒരുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ആ മാർഗത്തിൽ പോരാടാൻ തയ്യാറാകണമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന സന്ദർഭത്തിലാണെങ്കിൽ പോലും ശത്രുപക്ഷം നമ്മോട് പറയുകയാണ്, ഞങ്ങളിതാ സമാധാനപ്രിയരാണ്, ഞങ്ങളിതാ കീഴൊതുങ്ങുന്നു, നമുക്കൊരു സമാധാന സന്ധിയിലേക്ക് ഏർപ്പെടാം. സമാധാന സന്ധിയുമായി ശത്രുപക്ഷം വരികയാണ് എങ്കിൽ അവരോട് എന്താണ് നിലപാടെടുക്കേണ്ടത്? ഇസ്ലാം എത്ര സുന്ദരം അറിയും. ഒരു മനുഷ്യനെയും ഒരു മോശമായ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ പോലും മാറ്റി നിർത്തുന്നില്ല, ഒരു വിഭാഗത്തെയും മാറ്റി നിർത്തുന്നില്ല. മനുഷ്യ സമൂഹം ഒരു വിഭാഗം, അവർ പ്രത്യക്ഷത്തിൽ എന്താണോ നമ്മുടെ മുമ്പാകെ പ്രകടിപ്പിക്കുന്നത് അതിനെ മുഖവിലക്കെടുത്തുകൊണ്ട് അവരോട് അതേ നിലക്ക് പെരുമാറണം എന്ന് അനുശാസിക്കുന്ന മതമാണ് ഇസ്ലാം. അല്ലാഹു പറഞ്ഞു, യുദ്ധവേളയിലാണെങ്കിൽ പോലും ശത്രുക്കൾ സമാധാനത്തിലേക്ക് ചായ്വ് കാണിക്കുകയാണ് എങ്കിൽ ഫജ്നഹ്ലഹ, പ്രവാചകരെ ആ സമാധാനത്തിലേക്ക് താങ്കളും ചായ്വ് കാണിക്കണം. വെറുതെ യുദ്ധം നടത്തി എല്ലാവരെയും കൊന്നൊടുക്കി അതിജയിച്ചിങ്ങനെ പോകണം എന്നല്ല. ശത്രുക്കൾ അവർ നമ്മളെ കൊന്നൊടുക്കാനും നമ്മുടെ അസ്തിത്വത്തെ ഇല്ലായ്മ ചെയ്യാനും ഉന്മൂലനം ചെയ്യുന്നതിനും വേണ്ടിയും ശ്രമിക്കുകയാണ് എങ്കിൽ നമ്മൾ നോക്കി നിൽക്കണമെന്നില്ല. പക്ഷേ സമാധാനത്തിനു വേണ്ടിയുള്ള അവരുടെ ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയാണ് എങ്കിൽ ഇല്ല, ഇത്ര നാളും നിങ്ങൾ ഞങ്ങളെ ദ്രോഹിച്ചിരിക്കുന്നു, നിങ്ങളുടേത് കപടമാണ് എന്നല്ല, അവരുടെ ആ നിലപാടിൻ്റെ നന്മയെ ലാക്കാക്കിയിട്ട് സമാധാന സന്ധിയിലേക്ക് പോകണം. അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങളും മറ്റൊക്കെ നടത്തണം. യുദ്ധം ചെയ്ത് വെറുതെ യുദ്ധം ഒഴിവാക്കി വെറുതെ പോകണം നടത്തത്തിലല്ല, അതുമായുള്ള കരാറുകളും സന്ധികളും ഒക്കെ നടത്തി ഒരു സൗഹൃദാന്തരീക്ഷം, ഒരു സമാധാനാന്തരീക്ഷം മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കണമെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. മനസ്സിലാകുന്നു? അങ്ങനെ വന്നു, അവരുമായി സന്ധി സംഭാഷണം നടത്തി സന്ധിയിൽ ഏർപ്പെട്ടു. ബമ്മാരെങ്ങാനും ചതിച്ചാലോ? അങ്ങനെയൊന്നുണ്ടല്ലോ. ബരെങ്ങാനും ചതിക്കുവോ, ബുദ്ധിമുട്ടിക്കുവോ, യോജിപ്പിലെത്തി കഴിഞ്ഞിട്ടേ പ്രയാസപ്പെടുത്തോ എന്നൊക്കെ ഒരു പേടി ഉണ്ടാവും. അതൊന്നും വേണ്ട, പേടിയൊന്നും വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വതവക്കൽ അലല്ലാഹ്, പിന്നീട് അങ്ങോട്ടേക്കുള്ള സംഗതികൾ മുഴുവനും അല്ലാഹുവിൽ ഏൽപ്പിച്ചു കൊടുക്കുക. പിന്നീട് അല്ലാഹുവിൽ നീ തവക്കുൽ ചെയ്യുക. ഇന്നഹു ഹുവസ് സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. അവർ പറയുന്നതും നിങ്ങൾ പറയുന്നതും സൂക്ഷ്മം കേൾക്കുന്നവൻ. അവർ നിങ്ങളെപ്പറ്റി കപടമായ വല്ലതും മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് എങ്കിൽ അത് സൂക്ഷ്മമായി അറിയുന്നവൻ.
അവനെ അതിജയിക്കാൻ ഒരാൾക്കും കഴിയില്ല. എങ്ങനെയായിരുന്നാലും മനുഷ്യ സമൂഹത്തിൽ നന്മയും നീതിയും ഗുണവും പുണ്യവും ഇതുപോലുള്ള എല്ലാ നല്ല വശങ്ങളും ഉണ്ടായി കാണാൻ ആഗ്രഹിക്കുന്ന മതം, അതിന് ആ മതത്തിന്റെ ആളുകളെ പ്രേരിപ്പിക്കുന്ന ഉപദേശിക്കുന്ന മതം ഇസ്ലാം മാനവികതയുടെ മതമായി തീരുന്നത് ഇതുപോലുള്ള ഒരുപാട് ഉത്കൃഷ്ടമായ ഉപദേശങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ പാലിക്കണം. എന്നിട്ട് ജനങ്ങളെ നമ്മൾ ഉത്ബോധിപ്പിക്കണം. അപ്പൊ അത് ആളുകൾക്ക് ഇത് ബോധ്യപ്പെടും. വിശുദ്ധ ഇസ്ലാമിനെ, വിശുദ്ധ ഖുർആനിനെ, വിശുദ്ധ ഇസ്ലാമിന്റെ ആദർശങ്ങളെ നിശ്ചിതമായ കർക്കശമായ നിരൂപണത്തിനും നിഷേധത്തിനും വേണ്ടി സമീപിച്ച ആളുകളാണ് പിന്നീട് ഈ വിശുദ്ധ ഇസ്ലാമിന്റെ ചന്തം പഠിപ്പിക്കാനായി ഇറങ്ങി പുറപ്പെട്ടവര്. ഈ വിശുദ്ധ ഇസ്ലാമിന്റെ നീതി പഠിപ്പിക്കാനായി, ഈ വിശുദ്ധ ഇസ്ലാമിൽ അടങ്ങിയിരിക്കുന്ന ഗുണങ്ങൾ പഠിപ്പിക്കാനായി മുന്നോട്ട് വന്നവർ അവരാണ്. ഈ ബോൺ മുസ്ലിമുകളെക്കാൾ കൂടുതൽ അവരത് പഠിച്ചു, അതിന്റെ മഹിമ മനസ്സിലാക്കി, ഉൾക്കൊണ്ടു. ഇതാ ഞങ്ങൾ ഇന്ന് വരെ നിങ്ങളോട് പറഞ്ഞ നിഷേധാത്മകമായ സ്വഭാവങ്ങളൊന്നും ഞങ്ങൾ സമീപിച്ച ഈ ഇസ്ലാമിലില്ല കേട്ടോ. ഞങ്ങൾ പഠിച്ചതെല്ലാം ഇതാണ്. നിങ്ങൾക്കറിയാമല്ലോ, അതിൻ്റെ അനുയായികളായിരുന്നില്ല ഞങ്ങൾ. എന്നിട്ടും നിങ്ങളോട് ഇത് പറയുമ്പോൾ അതിനുള്ളിലുള്ള ചന്തം മനസ്സിലാക്കിയാണ് നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആ ആളുകളെല്ലാം, പ്രതിയോഗികൾ പോലും പിന്നീട് ഇതിൻ്റെ പ്രചാരകരായി മാറിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഇസ്ലാമിൻ്റെ എല്ലാ മഹിമയും ഉൾക്കൊള്ളാൻ, ഇതിൻ്റെ എല്ലാ ആദർശങ്ങളും അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് പ്രാവർത്തികമാക്കാൻ നമുക്കെല്ലാവർക്കും അനുഗ്രഹം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ വിശുദ്ധ ഇസ്ലാമിന് സേവനങ്ങൾ സമർപ്പിക്കാൻ, ഈ വിശുദ്ധ ഇസ്ലാമിൻ്റെ ആദർശങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് ജീവിതം കൊണ്ട് പ്രചരിപ്പിക്കാൻ അവൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ പാകപ്പിഴവുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തീരുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ട ആളുകളുടെ കബറിടങ്ങളിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി മാറ്റുമാറാവട്ടെ. ഈ വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രചരണ മാർഗത്തിൽ അഹോരാത്രം അധ്വാനിക്കുന്ന നമ്മുടെ പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും എല്ലാവിധ സുരക്ഷയും സംരക്ഷണവും നൽകട്ടെ. ലോകത്താകമാനം ഈ വിശുദ്ധ ഇസ്ലാമിനെ നെഞ്ചേറ്റുന്ന ഒരുപാട് മുസ്ലിമകൾ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ പ്രയാസങ്ങൾ മുഴുവനും അള്ളാഹു അവർക്ക് ലഘൂകരിച്ചു കൊടുക്കുകയും അവർക്ക് നിർഭയത്വം നൽകുകയും സുരക്ഷയൊരുക്കുകയും ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.